മലയാളികൾ പ്രത്യേകിച്ച് അവരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വാർത്തകളെല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ പ്രിയപ്പെട്ട മലയാളി താരങ്ങൾ മാത്രമാകണമെന്നില്ല. അന്യഭാഷകളിലും സജീവമാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കാറുള്ളത് അവരുടെ വാർത്തകൾ തന്നെയായിരിക്കും. അത്തരത്തിൽ മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി സുധാ ചന്ദ്രൻ. ഇപ്പോഴിതാ സുധാ ചന്ദ്രൻ്റെ ഏറ്റവും വൈകാരികമായ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. മക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ചോ സുധാ ചന്ദ്രൻ പറയുന്ന വാക്കുകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ 31 വർഷമായിരിക്കുന്നു. നടി സുധാ ചന്ദ്രൻ ഇപ്പോഴും അമ്മയാകാത്തതിന് ഒരു കാരണമുണ്ട്. ഭർത്താവും ആഗ്രഹിച്ചില്ല എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അമ്മയാകാത്തതിന് കാരണം വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സുധ. ഞാൻ അഡോപ്ഷനിൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം. ഞാൻ ഭയങ്കര പൗരുഷമായി പെരുമാറുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും സംസാരിച്ച് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് അവനെയോ അവളെയോ അത് വേദനിപ്പിച്ചാൽ അത് ആ കുട്ടിക്ക് ഭയങ്കര വേദനയാകും നൽകുക. ഇതാണ് സുധ പറയുന്നത്. സുധ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് സുധയുടെ സംസാര രീതികൾ മാറും എന്ന മറുപടി നൽകുമ്പോഴും എന്നാൽ ഞാനൊരു കുട്ടിക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ എന്നെ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് സുധാ ചന്ദ്രൻ ഒറ്റ വാക്കിൽ പറഞ്ഞ മറുപടി. അഡോപ്ഷൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതിനോട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനോട് എനിക്ക് വിരോധമോ അത് ചെയ്യുന്നത് നല്ലതല്ലെന്നോ ഒന്നും എനിക്കില്ല. പക്ഷെ എന്തോ എനിക്കതിനോടൊരു വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പിന് മറുപടിയായിട്ട് ഒന്നും ആർക്കും ഇതുവരെ പറയാൻ നൽകിയിട്ടില്ല. കാരണം എൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നെ അറിയുന്ന ഓരോരുത്തർക്കും അതറിയാമെന്ന് പറയണം. മോനെ, നിൻ്റെ അമ്മ മരിച്ചു, നീ വരണമെന്ന് പറയുമ്പോൾ തിരക്കാണെന്ന് പറയുന്നത് കേൾക്കാനാണോ അതിൻ്റെ ആവശ്യം? എന്താണ്? ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളാണ് സുധ വളരെ ഇമോഷണലായി എഴുതി ചേർക്കുന്നത്. പ്രേക്ഷകർ ഓരോരുത്തരും അത് ഏറ്റെടുക്കുന്നു. ഈ അടുത്താണ് സുധാ ചന്ദ്രൻ്റെ ഒരു വീഡിയോ വൈറലാകുന്നത്. മാതാ കി ചൗക്ക് എന്ന ചടങ്ങിൽ പങ്കെടുക്കവേ സുധയുടെ വീഡിയോ വൈറലാവുകയായിരുന്നു. ഇതിനിടയിലാണ് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന ചോദ്യത്തിനൊരിക്കൽ സുധ നൽകിയ മറുപടി കൂടി ശ്രദ്ധ നേടുന്നത്. അഡോപ്ഷനിൽ വിശ്വസിക്കുന്നില്ല എന്ന് ആദ്യമായിട്ടാണ് ഒരു താരം ഇങ്ങനെ തുറന്നു പറയുന്നത്. അതുകൂടെ പ്രേക്ഷകർക്കൊരു അതിശയമായിരുന്നു. എൻ്റെ ഭർത്താവിനതൊരു വിഷയമായി എനിക്കത് വിഷയമായി മാത്രം മതി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഐഡിയോളജി സെയിം ആണ്. എൻ്റെ മോൻ എത്ര പ്രൊട്ടക്റ്റ് ചെയ്യും, ഇതാണ് ഗ്യാരണ്ടി. ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഒരു ഫോർമുലയല്ല. ഞാൻ കറക്റ്റായും വിവാഹം ചെയ്തിരുന്നു. കുഞ്ഞുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായും അവൻ US-ലായിരുന്നിരിക്കും. ഞാൻ അവനെ പഠിക്കാൻ അയക്കും. അവൻ എൻ്റെ ഒപ്പമാകില്ല. അവസാനം കൊള്ളിവെക്കാനാണോ വരേണ്ടത്? മോനെ, മോളെ, നിൻ്റെ അമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ തിരക്കാണെന്ന് പറയുന്നത് കേൾക്കാനാണോ അതിൻ്റെ ആവശ്യം? ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വന്നില്ലെങ്കിൽ പെയിനാകും. ഞാൻ എന്നെ ബിസിയാക്കി വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എൻ്റെ ഉള്ളിലെ സങ്കടം ഞാൻ മറക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ ഉള്ളിലെ സങ്കടം എന്തിനാണ് ഞാൻ ആളുകളിലേക്ക് അറിയിക്കുന്നത്? വീടിൻ്റെ പുറത്ത് വരുമ്പോൾ നമ്മൾ ആരെയും അത് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് സുധ എടുത്തു പറയുന്നത്. സുധയുടെ വാക്കുകൾ വളരെയധികം സത്യസന്ധമായി തോന്നുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.